എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ വർഷവും മാറി മാറി വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് ജ്യോതിഷത്തിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. വ്യാഴം, ശനി, രാഹുകേതുക്കൾ എന്നിവയുടെയൊക്കെ രാശിമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഇപ്പോഴും പ്രവചനാതീതമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മീനക്കൂറുകാരുടെ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ വരുന്ന പൂരുരുട്ടാതിയുടെ 2026 മുതൽ 2030 വരെയുള്ള 5 വർഷത്തെ സമഗ്രമായ ദീർഘകാല ഫലങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി മീനക്കൂറുകാർ ഏഴരശനിയുടെ കഠിനമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ വരും വർഷങ്ങളിൽ വ്യാഴം കന്നി, തുലാം, വൃശ്ചികം രാശികളിലേക്കും ശനി, മേട, ഇടവൻ രാശികളിലേക്കും ഒക്കെ മാറുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഒരു വഴിത്തിരിവുകളാണ്. ഈ വീഡിയോയിൽ നിങ്ങളുടെ തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യം എന്നിവയിലൊക്കെ വരാൻ പോകുന്ന മാറ്റങ്ങൾ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ വരും വർഷങ്ങളിലെ പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഈ അടിത്തറ മനസ്സിലാക്കിയാൽ ഫലങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കൂ. 2026 ജൂൺ മുതൽ വ്യാഴം കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. പിന്നീട് ചിങ്ങം, കന്നി രാശികളിലൂടെ സഞ്ചരിച്ച് 2029-30 കാലഘട്ടത്തിൽ തുലാം, വൃശ്ചികം രാശിയിലായിട്ട് വ്യാഴം എത്തുന്നതാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 5, 7, 9 ഭാവങ്ങളിലൊക്കെ വരുന്ന സമയങ്ങൾ അതിശക്തമായ ഒരു ഭാഗ്യകാലം എന്ന് തന്നെ പറയാം. 2027 ജൂൺ വരെ ശനി നിങ്ങളുടെ ജന്മരാശിയിലാണ്, ജന്മശനി. അതിനുശേഷം മേടം രാശിയിലേക്ക് ഏഴരശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് മാറുകയും 2030 ഏപ്രിൽ മുതൽ പൂർണ്ണമായി ഇടവൻ രാശിയിലേക്ക് 4-ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും. 3-ാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും. 2026 ഡിസംബറിൽ രാഹു മകരത്തിലേക്കും കേതു കർക്കിടകത്തിലേക്കും മാറുന്നു. തുടർന്ന് 2028-ലും 2030-ലും അടുത്ത മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഏഴരശനിയുടെയൊക്കെ കഠിനതയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്ന വലിയൊരു ഗ്രഹമാറ്റമാണ് ഈ 5 വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. ആദ്യം 2026-27 വർഷങ്ങളിലേക്ക് കടക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ കാലയളവിൻ്റെ തുടക്കം അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 2027 ജൂൺ വരെ ശനി ജന്മരാശിയിലാണ് നിൽക്കുന്നത്. ജന്മശനിയുടെയൊക്കെ കാലമായതിനാൽ മാനസികമായ സമ്മർദ്ദങ്ങളെ, ജോലിയിൽ തടസ്സങ്ങളെ, ആരോഗ്യ പ്രശ്നങ്ങളെ എന്നിവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനിടയിൽ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി വരുന്നത് വ്യാഴത്തിൻ്റെ അനുകൂല മാറ്റങ്ങളാണ്. 2026 ജൂൺ മുതൽ ഒക്ടോബർ വരെയും പിന്നീട് 2027 ജനുവരി മുതൽ ജൂൺ വരെയും വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവമായ കർക്കിടകത്തിൽ നിൽക്കുന്നു. ജന്മശനിയുടെയൊക്കെ ദോഷങ്ങളെ വ്യാഴത്തിൻ്റെ 5-ാം ഭാവദൃഷ്ടി വലിയ തോതിൽ കുറയ്ക്കുന്നതാണ്. സന്താനമില്ലാതൊക്കെ വിഷമിക്കുന്നവർക്ക് ഈ കാലയളവിൽ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ മികച്ച അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. കുടുംബത്തിലെ മംഗളകർമ്മങ്ങളും നടക്കുന്നതാണ്. പക്ഷേ 2027 ജൂണിന് ശേഷം ശനി 2-ാം ഭാവത്തിലേക്ക് മേടൻ രാശിയിലേക്ക് മാറുന്നതോടെ ഏഴരശനിയുടെ അവസാന ഘട്ടം ആരംഭിക്കുകയായി. ഈ സമയത്ത് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അല്പം ശ്രദ്ധയൊക്കെ പുലർത്തണം. ആലോചിക്കാതെ ആർക്കും പണമൊന്നും കടം കൊടുക്കരുത്. ഇനി നമുക്ക് 2028-ലേക്ക് വരാം. മീനക്കൂറുകാരുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വർഷമായിരിക്കും 2028. ഈ വർഷം ഫെബ്രുവരി മുതൽ വ്യാഴം നിങ്ങളുടെ 7-ാം ഭാവമായ കന്നി രാശിയിൽ പ്രവേശിക്കും. ജ്യോതിഷപ്രകാരം 7-ലെ വ്യാഴം വലിയ ഭാഗ്യങ്ങളാണ് കൊണ്ടുവരിക. തൊഴിൽപരമായിട്ട് വലിയ മുന്നേറ്റങ്ങൾ ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് 2028 ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിയൊക്കെ ലഭിക്കാനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തൊഴിലില്ലാതെയൊക്കെ നടക്കുന്നവർക്ക് സ്ഥിര വരുമാനമൊക്കെയുള്ള ഒരു ജോലി ലഭിക്കുന്നതുമാണ്. വിദേശയാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ഫലം ഈ സമയത്ത് ലഭിക്കുന്നതാണ്. വിവാഹ പ്രായമെത്തിയ മീനക്കൂറുകാർക്ക് എന്തെങ്കിലും തടസ്സമൊക്കെ വിവാഹ കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഈ തടസ്സങ്ങളെല്ലാം ഈ വർഷം മാറി വിവാഹമൊക്കെ ഉറപ്പാകുന്നതാണ്. പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. അതുപോലെ 2028 ജൂൺ മാസത്തിൽ രാഹു ധനുരാശിയിലേക്കും 10-ാം ഭാവം, കേതു മിഥുനത്തിലേക്കും 4-ാം ഭാവത്തിലേക്കും മാറുന്നുണ്ട്. 10-ലെ രാഹു തൊഴിലിലെ പെട്ടെന്നുള്ള അഭിവൃദ്ധിയും പ്രശസ്തിയും അധികാരവും ഒക്കെ തരുന്നതാണ്. രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വലിയ പദവികൾ തന്നെ ലഭിക്കാനും സാധ്യതയുണ്ട്.
ഇനി നമ്മൾ നോക്കുന്നത് 2029, 2030 വർഷങ്ങളിലാണ്. മീനക്കൂറുകാർ ദീർഘശ്വാസമൊക്കെ വിടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് 2029, 2030 വർഷം. കാരണം 2029 ഓഗസ്റ്റ് മാസത്തോടെ നിങ്ങളുടെ ശനി, ഏഴര ശനി പൂർണ്ണമായി അവസാനിക്കുകയാണ്. വരും വർഷങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. 2030 മുതൽ ഏപ്രിൽ മുതൽ ശനി മൂന്നാം ഭാവമായ ഇടവത്തിലേക്കൊക്കെ മാറുന്നതോടെ നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഇരട്ടിക്കുന്നതാണ്. 2029 മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയും പിന്നീട് 2030 ജനുവരി വരെയും വ്യാഴം 9ാം ഭാവമായ തുലാത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇടയ്ക്ക് വ്യാഴത്തിന് വക്രഗതി ഉണ്ടെങ്കിലും 9ാം ഭാവം പൂർവ്വ പുണ്യ ഭാവമാണ്. പിതൃസ്വത്തൊക്കെ ലഭിക്കാനും ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കാനും ഒക്കെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. തുടർന്ന് 2030 മെയ് മാസത്തിൽ വ്യാഴം നിങ്ങളുടെ 9ാം ഭാവമായ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ്ണ കാലഘട്ടത്തിൻ്റെ ഒരു തുടക്കമായിരിക്കും. സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നതാണ്. സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ വാഹനമൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാലയളവിൽ അതൊക്കെ സഫലമാകുന്നതാണ്. സമൂഹത്തിൽ വലിയ ബഹുമാനവും അംഗീകാരവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതുമാണ്. ഈ 5 വർഷത്തെ ഫലങ്ങൾ പൊതുവെ അനുകൂലമാണെങ്കിലും ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ ചില മാറ്റങ്ങളൊക്കെ ഉള്ളതിനാൽ മീനക്കൂറുകാർ ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. 2027 ജൂൺ മുതൽ 2029 ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് വലിയ തുകകൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കരുത്. അതുപോലെ ജാമ്യം നിൽക്കുകയുമരുത്. അതുപോലെ ജന്മശനിയുടെ സമയത്ത് 2027 ജൂൺ വരെ വീഴ്ചകളൊക്കെ വരാതെ നോക്കണം. അതുപോലെ വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതുമാണ്. ഇനി എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. ശനി പ്രീതി വരുത്തുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുക. ഏഴര ശനി തീരുന്നിടം വരെ ഈ വഴിപാട് തുടരുന്നത് നന്നായിരിക്കും. അതുപോലെ എല്ലാ ശനിയാഴ്ചയും ശാസ്താ ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുന്നതും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹത്തിനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്യുക. പ്രത്യേകിച്ച് രാഹുദോഷ ശാന്തിക്കായിട്ട് ശിവക്ഷേത്രത്തിലോ നാഗരാജ ക്ഷേത്രത്തിലോ ഒക്കെ വഴിപാടൊക്കെ കഴിക്കുന്നതും ഭജനമൊക്കെ ഇരിക്കുന്നതും വളരെയധികം നല്ലതാണ്. മീനക്കൂറുകാരായ സുഹൃത്തുക്കൾക്ക് വരാൻ പോകുന്ന 2026 മുതൽ 2030 വരെയുള്ള കാലഘട്ടം തുടക്കത്തിൽ ചെറിയ പരീക്ഷണങ്ങളൊക്കെ തരുമെങ്കിലും ഒടുവിൽ വലിയ വിജയത്തിലേക്കും സുവർണ്ണ നിമിഷങ്ങളിലേക്കും നിങ്ങളെ നയിക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയമില്ല. മനസ്സൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനമൊക്കെ ചെയ്യുകയും ചെയ്യുക. വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.